ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖയുടെ അതൃപ്തിയിൽ മറുപടി പറയാതെ തിരുവനന്തപുരം മേയർ വി രാജേഷ്. ചില വാർത്തകൾ വന്നതായി അറിഞ്ഞു, വിശദാംശങ്ങൾ അറിയില്ലെന്നും വി രാജേഷ് പ്രതികരിച്ചു. ബിജെപി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവതരിപ്പിച്ച മുഖം ആർ ശ്രീലേഖയുടേതായിരുന്നു. അങ്ങനെയാണ് ബിജെപി അധികാരത്തിലെത്തിയതെന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന വാർത്ത കേട്ടില്ലെന്ന് പറയുമ്പോൾ അലക്സ് വിലാൽ ഓരോ അക്ഷരം ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലേഖയായിരുന്നു മുഖം ബിജെപി അവതരിപ്പിച്ചത്. ഡെപ്യൂട്ടി മേയർ വളരെ ആക്റ്റീവാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തലവേദനയായി മാറില്ലേ? കാരണം ആ ശ്രീലേഖയെ ഇതുവരെയായിട്ടും അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ സൂചനയിലെ അവർ ഇങ്ങനെ നിരന്തരം ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പറയുന്ന വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഡെപ്യൂട്ടി മേയറോട് ചോദിച്ചാൽ അവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, മേയർ തർക്കം ഇതുവരെ തീരുന്നില്ല. ബിജെപിക്കുള്ളിൽ എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് പുകയുന്നത്? തന്നെ തീർച്ചയായും മേയർ തർക്കം ഇതുവരെ തീർന്നിട്ടില്ല എന്നുള്ളതാണ് ആർ ശ്രീലേഖയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിനാണ് ഇത്തരത്തിൽ മേയറാക്കും എന്ന് പറഞ്ഞാണ് തന്നെ മത്സരിപ്പിച്ചത്. പിന്നീട് കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ട് അതിൽ നിന്ന് മാറ്റമുണ്ടായി. വി രാജേഷിനെ മേയറാക്കി എന്നുള്ള അഭിപ്രായ പ്രകടനം അവർ നടത്തിയിരുന്നു. അതിനുശേഷം ഇന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യത്തിൽ താൻ മേയർ ആകാനോ അല്ലെങ്കിൽ മത്സരത്തിനോ ആഗ്രഹിച്ചിരുന്നില്ല. പിന്നീട് മേയറാക്കും എന്നുള്ള വാഗ്ദാനം നൽകിയാണ് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത്. 10 വാർഡുകളുടെ ചുമതല കൂടി നൽകിയിരുന്നു. അതിനുശേഷം വെറും ഒരു സ്ഥാനാർത്ഥിയോ കൗൺസിലറോ ആയിട്ടായിരിക്കില്ല പരിഗണന ലഭിക്കുക, മേയർ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കും എന്ന് സംസ്ഥാന നേതൃത്വം ഉറപ്പ് നൽകി എന്നുള്ളതാണ് ആർ ശ്രീലേഖ ഇന്ന് വ്യക്തമാക്കിയത്. അതിനുശേഷം മേയർ ആക്കിയില്ല എന്നുള്ളതാണ് ആർ ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം ഒരു അതൃപ്തി ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നേരത്തെ അനുനയ ശ്രമത്തിന്റെ ഭാഗമായി വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയെ മത്സരിപ്പിക്കാം എന്നുള്ള വാഗ്ദാനം അത് സംസ്ഥാന നേതൃത്വം തന്നെ നൽകിയിരുന്നു. ആ വാഗ്ദാനം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കാണ് ആർ ശ്രീലേഖ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാൻ താനില്ല, നിയമസഭ തെരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതിനർത്ഥം അവർക്ക് കടുത്ത അതൃപ്തി തന്നെയാണ് ഈ വിഷയത്തിൽ ഉള്ളത് എന്നാണ്. എന്നാൽ ഇതിനുശേഷം ഈ വാർത്തയൊക്കെ പുറത്തു വരികയും അവർ തന്നെ ഇക്കാര്യം മാധ്യമങ്ങളിലൂടെ പറയുകയും ഒക്കെ ചെയ്ത ശേഷം ഇപ്പോൾ മാധ്യമങ്ങൾക്കെതിരായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആർ ശ്രീലേഖ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങൾ വൃത്തികെട്ട നിലയിലാണ് വാർത്ത നൽകുന്നത് എന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ നിലവിൽ ആർ ശ്രീലേഖ നടത്തിയിരിക്കുന്നത്. തന്നെയാണ് ഇനിയിപ്പോ കാര്യങ്ങൾ മാറ്റി പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ശ്രീലേഖ പറഞ്ഞതില്ലാതാവുന്നില്ല, അതിന് തെളിവുകളുമുണ്ട്. പക്ഷേ അത് പാർട്ടി എങ്ങനെ, ബിജെപി എങ്ങനെ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പല വിഷയങ്ങളും ഇപ്പോൾ തന്നെ ബിജെപിക്ക് തിരിച്ചടിയായി തിരുവനന്തപുരത്ത് തന്നെ പല മണ്ഡലങ്ങളിലും നിൽക്കുന്നുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ ഈ ഒരു വിവാദം കൂടി അത് ഏതു തരത്തിലായിരിക്കും ബിജെപി കൈകാര്യം ചെയ്യുന്നത്? ഇനിയൊരു പ്രതികരണം ഇതിലുണ്ടാകാനുള്ള സാധ്യത? ബിജെപി സംസ്ഥാന നേതൃത്വം നിലവിൽ എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. മേയർ വി രാജേഷാണ് ഇക്കാര്യത്തിൽ ഒരു ചെറുതായെങ്കിലും ഉള്ള ഒരു പ്രതികരണം നടത്തിയത്. വി രാജേഷ് വ്യക്തമാക്കുന്നത് തനിക്കിതിന്റെ വിശദാംശങ്ങൾ അറിയില്ല, അതുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. സംസ്ഥാന നേതൃത്വമാണ് സ്വാഭാവികമായി ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിലുള്ള പ്രതികരണം നടത്തേണ്ടി വരും. കാരണം രാജീവ് ചന്ദ്രശേഖറാണ് ഈ തരത്തിൽ മേയർ ആകാമെന്നുള്ളൊരു വാഗ്ദാനം അത് ആർ ശ്രീലേഖയ്ക്ക് നൽകിയത്. അതിനുശേഷമാണ് പ്രവൃത്തി പരിചയമുള്ള ഒരാളെ തന്നെ മേയറാക്കണം എന്നുള്ള ആവശ്യവും ഒപ്പം തന്നെ പെട്ടെന്ന് വന്ന നേതാവായ ഒരാൾ പകരം നേരത്തെ തന്നെ അടുത്തിട്ട് മുതൽ പ്രവർത്തിച്ച ആളെ നേതാവാക്കണം എന്നുള്ളൊരു സമ്മർദ്ദം ആ വി മുരളീധരൻ പക്ഷത്തിന്റെ ഭാഗമായി കേന്ദ്ര നേതൃത്വത്തിന്റെ അടുത്തെത്തുകയും അങ്ങനെ കേന്ദ്ര നേതൃത്വമാണ് നിലവിൽ വി രാജേഷിനെ മേയറാക്കി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും തിരുവനന്തപുരം നഗരസഭയിലെ വിജയം ഉയർത്തിക്കാട്ടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ബിജെപി ഒരുങ്ങുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ആർ ശ്രീലേഖ അവർ മേയർ സ്ഥാനാർത്ഥിയായി നേരത്തെ പ്രഖ്യാപിക്കും. ഒപ്പം തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ആർ ശ്രീലേഖ ഇങ്ങനെ ഒരു പരസ്യ പ്രതികരണവുമായി അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുന്നത് ഇത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാജീവ് ചന്ദ്രശേഖർ നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ തരത്തിൽ മുൻ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അങ്ങനെ സമൂഹത്തിന്റെ മറ്റ് മേഖലകളിൽ രാഷ്ട്രീയ പാരമ്പര്യത്തിനപ്പുറം സമൂഹത്തിന്റെ മറ്റ് മേഖലകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളെയൊക്കെ സംസ്ഥാന നേതൃത്വത്തിന്റെയും ഒപ്പം തന്നെ ബിജെപിയുടെയും ഭാഗമാക്കി അങ്ങനെയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുക എന്നുള്ളൊരു നീക്കമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് തന്നെ ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നുള്ള ആർ ശ്രീലേഖയുടെ ഒരു പ്രതികരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് മറുപടി പറയേണ്ടി വരും. ഇക്കാര്യം ആർ ശ്രീലേഖ നടത്തിയ ഒരു പരസ്യ പ്രസ്താവന അത് ബിജെപി നേതൃത്വത്തിന് തലവേദന ഉണ്ടാക്കുന്നത് തന്നെയാണ്.